ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബേസിക് കിച്ചൺ. ഇന്നിവിടെ ചെയ്യുന്നത് ഒരു അടിപൊളി മട്ടൺ ബിരിയാണിയാണ്. കല്യാണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ ബിരിയാണിയാണ് അല്ലേ? പ്രത്യേകിച്ച് വിദേശ മലയാളികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്നാണത്. എൻ്റെ വീട്ടിൽ ബിരിയാണി ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആവശ്യപ്പെടുന്നത് കല്യാണ ബിരിയാണിയുടെ ടേസ്റ്റിൽ ബിരിയാണി ചെയ്യാമോ എന്നാണ്. അങ്ങനെ ഒട്ടേറെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ റെസിപ്പിയിലേക്ക് എത്തിച്ചേർന്നത്. കൂടാതെ ഫ്രണ്ട്സും ഫാമിലിയും ഇതിൻ്റെ റെസിപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ ഇത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കല്യാണ ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിരിയാണി മസാല. ആദ്യം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുമിൻ സീഡ്സ്, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഈ മസാലയിൽ 3 തരം ജീരകമാണ് ചേർക്കേണ്ടത്. അടുത്തതായി വറ്റൽമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ജാതിപത്രി ഒരെണ്ണം പൊടിച്ചതാണിത്. പിന്നെ വേണ്ടത് സ്റ്റാർ അനീസ്, തക്കോലം, അതും ഒരെണ്ണമാണ് ഈ മസാലയിലേക്ക് ചേർക്കുന്നത്. അടുത്തതായി 1 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വയനയില, ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഒരു ജാതിക്ക അല്ലെങ്കിൽ നട്ട്മഗ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്, പെരുംജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പട്ട അല്ലെങ്കിൽ സിനമൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ ഗ്രാമ്പു അല്ലെങ്കിൽ ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷാജ് ജീരകമാണ്. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ് ഷാജീരകം. ചില സ്ഥലങ്ങളിൽ ഇത് കേക്ക് ജീരകം എന്നും പറയും. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 15 കാർഡമം അല്ലെങ്കിൽ ഏലക്ക. ഇത്രയുമാണ് ബിരിയാണി മസാലയ്ക്കായി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇത് ചെറു തീയിലിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്താണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിൽ നിന്നും ഏകദേശം 1 ടേബിൾ സ്പൂൺ മാത്രമാണ് നമ്മുടെ ബിരിയാണിയിലേക്ക് ചേർക്കേണ്ടത്. ബാക്കി വരുന്നത് ഒരു ഡ്രൈ കണ്ടെയ്നറിലേക്ക് മാറ്റി പിന്നെയും യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം 4 കിലോയുടെ മട്ടൺ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് മീറ്റ് മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 4 കപ്പ് ഓണിയൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഏകദേശം 250 ml സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓണിയൻസ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാനായി വയ്ക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഏകദേശം 12 മിനിറ്റ് വേണ്ടി വന്നു. ഓണിയൻസ് നല്ലവണ്ണം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഓണിയൻ്റെ ഫ്ലേവർ ബാലൻസ് ചെയ്യുന്നതിനാണ് ഷുഗർ ചേർക്കുന്നത്. ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം ഇത് കോരി മാറ്റാവുന്നതാണ്. മീറ്റ് മസാല തയ്യാറാക്കുന്നതിനായി ചൂടായ ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കി വന്നത് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 4-5 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ പട്ട 2 പീസ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിനായി 2 കിലോ മട്ടനാണ് കഴുകി എടുത്തു വച്ചിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ടൊമാറ്റോസ് ക്യൂബായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, ഇവ പേസ്റ്റാക്കി എടുത്തത് ചേർക്കാം. ഞാനിവിടെ 6 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പുതിനയില, 1 കപ്പ് മല്ലിയില എന്നിവയാണ്. മല്ലിയിലയും പുതിനയിലയും കൂടി മട്ടൺ മിക്സുമായി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 കപ്പ് തൈര് കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് അടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം.
ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം പ്രഷർ കുക്കറിൻ്റെ മൂടി കൊണ്ടടച്ച് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ചെയ്തെടുക്കാം. 2 കിലോ റൈസ് ചെയ്യുന്നതിനായി 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രൈഡ് ഓണിയൻ ചെയ്ത ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നല്ലവണ്ണം തിളച്ച് സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് വന്ന ശേഷം ഇതിലേക്ക് 2 കിലോ അരി കഴുകി മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് ആയതിനാൽ ഇത് ഏകദേശം 10 മിനിറ്റ് മതിയായിരിക്കും കുക്കായി കിട്ടാൻ. അപ്പോഴേക്കും നമ്മുടെ മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. ദം ചെയ്യുന്നതിനായി മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻസ് ഹാഫ് പോർഷൻ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് മല്ലിയിലയാണ് ചേർക്കുന്നത്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിന് മുകളിലായി ലെയറായി നിരത്തി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഗരം മസാലയും കുറേശ്ശെയായി ഇടയ്ക്കിടയ്ക്ക് വിതറി കൊടുക്കാം. കൂടാതെ ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വീതം ഓരോ ലെയറിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് മൂടി എയർ ടൈറ്റായി വയ്ക്കാം. ഏകദേശം 45 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്ത് എടുക്കേണ്ടതാണ്. കല്യാണ ബിരിയാണി കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ദമ്മിൽ നിന്നും മാറ്റിയ ശേഷം ഏകദേശം 2 മണിക്കൂറെങ്കിലും അതുപോലെ വെക്കണം. എത്രത്തോളം മാറ്റി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റും ഫ്ലേവറും ആ ബിരിയാണിക്ക് കിട്ടും. അതിനുശേഷം മാത്രമേ ദം പൊട്ടിക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ബിരിയാണി ദമ്മിൽ നിന്നും മാറ്റി സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. Thank you for watching Basic Kitchen. If you like the video, please subscribe, like and comment.